ഗൈസ് വാട്സ്ആപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ DTD. നമ്മൾ സ്ക്വിഡ് ഗെയിം 3യുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം കുറച്ച് ഡിലേ ആയിപ്പോയി, കാരണം എനിക്ക് ചെറിയ ഫീവർ ആയിരുന്നു. പിന്നെ എൻ്റെ ലോങ് ഡിവൈസ് ആയതുകൊണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ ലോങ് ലെങ്ത് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അധികം സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ബ്രേക്ക് ഡൗണിലേക്ക് കടക്കാം. ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ സ്പിങ് സോൾജേഴ്സ് സ്ക്വിഡ് ഗെയിം പ്ലേയേഴ്സ് താമസിക്കുന്നിടത്തായിട്ട് ഒരു കോഫിനാണ് കൊണ്ടുവരുന്നത്, അതായത് ഒരു ശവപ്പെട്ടി കൊണ്ടുവരിക. ഈ ശവപ്പെട്ടി നമ്മൾ സ്ക്വിഡ് ഗെയിം സീസൺ 1 ഈ അലീനയൊക്കെ കൊന്നിട്ട് അടച്ചുകൊണ്ട് പോണ അതേ സെയിം കോഫിനാണ്. ഇത് ആരെയാടാ കൊന്നിട്ട് ഉള്ളിയിട്ട് കൊണ്ടുവരണേന്ന് വിചാരിക്കുമ്പോൾ അവിടെ കോഫിൻ വെച്ചിട്ട് പോകും. തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ജീഹാൻ, ഓപ്പണിംഗ് തന്നെ ഹീറോ മരിച്ചെന്ന് വിചാരിക്കുമ്പോൾ ചെറുതായിട്ട് കണ്ണ് തുറക്കും. പിന്നെ ഈ സീരീസിൽ നമ്മുടെ ജീഹാൻ കുറച്ച് ഡിപ്രസ് ആയിരിക്കണ പോലെ കാണിച്ചേക്കണം. എനിക്ക് തോന്നുന്ന കാരണം എന്തെന്നാൽ നമ്മുടെ ജീഹാൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ സീസണിൽ മരിച്ചില്ലേ, അതായിരിക്കും ഇതിന് കാരണം. പ്ലെയർ 388 കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ഗണ്ണിൻ്റെ മാഗസിൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ പുള്ളിയാണ്. പിന്നെ ഇപ്പോഴാണ് കാണിക്കുന്നത്. പിന്നെ ഈ ട്രെയിലറിൽ തന്നെ ഒരു ഗെയിം കാണിച്ചിട്ടുണ്ട്, നൈഫ് ആൻഡ് കീ എന്ന് പറയുന്ന ഗെയിമാണെന്ന് തോന്നുന്നത്. ഈ ബോളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന മിഷീനിലെ കീ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റാൻഡം ആയിട്ടുള്ള ബോൾ കിട്ടും. അതിനകത്തുള്ള കളറിലുള്ള ടീമിൽ നമ്മൾ പോകും, അതിനനുസരിച്ചുള്ള വെസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഈ ബ്ലൂ ടീമിലുള്ളവർക്ക് ഒരു റൂമിലിട്ട് ടൈമർ ഇട്ടിട്ട് ആ ടൈമർ തീരുന്നതിന് മുമ്പ് ആ റൂമിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണമെന്ന് പറയും. റെഡ് ടീമിലുള്ളവർ അതേ ഈ റൂമിലിട്ട് ബ്ലൂ ടീമിലുള്ളവരെ കൊല്ലണം എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ട്രെയിലറിൽ ഒരു പർട്ടിക്കുലർ സീനിലൊരു ബോക്സിലെന്തോ പ്ലേയേഴ്സിന് കൊടുക്കണ പോലെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്വിഡ് ഗെയിം 2 കണ്ട ഷാമൻ ലേഡിയുടെ കയ്യിലൊരു കീ ഉള്ള പോലെയും കാണിക്കുന്നുണ്ട്. ടീമിൽ ആരൊക്കെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയർ 456 ജീഹാൻ, പിന്നെ നമ്മുടെ ഓൾഡ് ലേഡി പ്ലെയർ 149, പിന്നെ നമ്മുടെ പ്ലെയർ 222 ഹസ്ബൻഡ്, പിന്നെ പ്ലെയർ 222 ആണെന്ന് പറയുന്നുണ്ട് ഈ ടീമിൽ, പക്ഷേ ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ല. ടീമിൽ ആരൊക്കെയുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ 120 കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും MP5, അതായത് ഗണ്ണ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത ലേഡി, കാരണം ഒരു മിലിറ്ററി ഗേളാണ്, അത് നന്നായിട്ട് എങ്ങനെയെന്ന് അറിയാം. പിന്നെ പ്ലെയർ 149 മകൻ, വോട്ടിങ്ങിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും രണ്ടുപേരും എപ്പോഴും ഓപ്പോസിറ്റ് ടീംസാണ്. പിന്നെ ഈ റൂമേഴ്സൊക്കെ പറയണ പ്ലെയർ 149 മകൻ മരിക്കുന്ന, കാരണം ട്രെയിലറിലൊക്കെ ഒരു പർട്ടിക്കുലർ സീനിൽ കരയണ പോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഷാമൻ ലേഡി, ഗെയിം കളിക്കണ്ടോ ഇല്ലയോ, പ്ലേയേഴ്സിൻ്റെ പേടി നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ സീനിൽ നമ്മുടെ പ്ലെയർ 456 അതായത് ജീഹാൻ്റെ നൈഫ് ആൻഡ് കീ എന്ന് പറയുന്ന ഗെയിമിലാണ് കാണിക്കുന്നത്. നമ്മുടെ ജീഹാൻ്റെ കാലിൽ എന്തോ ബ്ലഡ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീഹാൻ്റെ പുറകിൽ എന്തോ ഡെഡ് ബോഡി പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. ടീമിലുള്ളവരുടെ ഡ്യൂട്ടി കൊല്ലുന്നതാണ്, പക്ഷെ നമ്മുടെ ജീഹാൻ കൊല്ലില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ട്രെയിലർ കണ്ടിട്ട് ജീഹാൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബാഡാണോ ദേഷ്യത്തിലാണോ എന്ന് ശരിക്കും അറിയില്ല. റൂമേഴ്സൊക്കെ പറയുന്നത് ജീഹാൻ ഇതിനകത്ത് ഫ്രണ്ട്മാനായിട്ട് വരുമെന്ന്, സാധ്യത തീരെ കുറവാണ്. ഇന്നത്തെ സീനിൽ നമ്മുടെ പ്ലെയർ 120 ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിന് റെഡി ആവണ പോലെ കാണിക്കുന്നുണ്ട്. ഈ ചെറിയ നൈഫിനൊന്നും അവൾ പേടിക്കില്ല, കാരണം മിലിറ്ററി ഗേളാണ്. ഇന്നത്തെ സീനിൽ ഒരു വോട്ടിംഗ് സെക്ഷനാണ് കാണിക്കുന്നത്. അതിനകത്താണെങ്കിൽ നമ്മുടെ ജീഹാനെ പൂട്ടി ഇട്ടേക്കുവാണ്, അത് ഹാൻഡ് കഫ് ചെയ്ത് ഇട്ടേക്കുവാണ്. ജീഹാനെ വിശ്വസിക്കുന്നതിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും, കാരണം ലാസ്റ്റ് സീസണിൽ വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് സംഭവിച്ചത്. പ്ലേയേഴ്സിൻ്റെ ജീവൻ പോയിട്ടുണ്ടാകും ഫൈനൽ സീസണിൽ, അതായത് ലേറ്റസ്റ്റ് സീസണിൽ, കഴിഞ്ഞ സീസണിൽ നിറയെ പിങ്ക് സോൾജേഴ്സിൻ്റെ ജീവൻ പോയിട്ടുണ്ടാകും. സ്ക്വിഡ് ഗെയിമിനെതിരെ തന്നെ പ്ലേയേഴ്സ് തിരിഞ്ഞിട്ടുണ്ടാകും. സ്ക്വിഡ് ഗെയിം സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് വന്ന ജീഹാനെ തന്നെ, അതായത് ഇവരുടെയൊക്കെ ലൈഫ് സേവ് ചെയ്ത് വരണം എന്ന് വിചാരിച്ച ജീഹാനെ തന്നെ ഹാൻഡ് കഫ് ചെയ്തു. പക്ഷേ വീണ്ടും ഗെയിം കണ്ടിന്യൂ ആവണം തന്നെയാണ് കൂടുതൽ പേര് വോട്ട് ചെയ്തത്. മാത്രമല്ല ഈ ഗെയിമിൽ സൈക്കോളജിക്കൽ മൂവ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, അതായത് മനുഷ്യൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ഗെയിമിൻ്റെ ഇടയിലൊരു പിഗ്ഗിനെ കാണിച്ചിട്ടുണ്ട്, പൈസ നിറയുള്ള. പിന്നത്തെ സീനിൽ ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ പ്ലെയർ 246 ആണ്. ഈ പ്ലെയറിനെ നമ്മുടെ ഗാർഡ് 11 ഷൂട്ട് ചെയ്ത് കൊന്നല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൾഡറിലാണ് ഷൂട്ട് ചെയ്തത്, കാരണം ഓർഗൻസ് വേണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ ക്യാരക്ടർ സർവൈവ് ആവാം, അതിന് റീസൺ നമ്മുടെ ഗാർഡ് 11 തന്നെ ആവാം. കാരണം ഈ ട്രെയിലറിൽ നിറയെ സീൻസിൽ നമ്മുടെ ഗാർഡ് 11 വെൻറ്റിലൂടെ ട്രാവൽ ചെയ്യുന്ന പോലെയും വെൻറ്റിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്ന പോലെയും കാണിച്ചിട്ടുണ്ട്. അതായത് ഗാർഡ് 11 പുറത്തോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിച്ചു. ഇത് മാത്രമല്ല, വേറൊരു സീനിൽ നമ്മുടെ ഗാർഡ് 11 ഒരിടത്തുണ്ട്, വേറെ എവിടെയല്ല, ഇത് മറ്റേ പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചേക്കുന്ന റൂമാണ്. ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജൻഹോക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. ജൻഹോ ഈ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ നമ്മുടെ ഗാർഡ് 11 ഐലൻഡിൻ്റെ പുറത്ത് നിൽക്കുന്നുമുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജിൻഹോക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ട്രെയിലറിലൊരു സീനിൽ ജൻഹോ VIPസിനെ ടേക്ക് ഡൗൺ ചെയ്യണ പോലെ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ട്രെയിലറിൽ VIPസിന് നിറയെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് നിറയെ ഈ
സീൻസ് ഈ ട്രെയിലറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡ്സിൽ നിറയെ ഉണ്ടാവാം. ഞാൻ ബ്രദർ വന്ന കാര്യം അറിയുന്നുണ്ടെന്ന് തോന്നുന്നത്. കാരണം ഒരു സീനിൽ കരയുന്നുണ്ട്. ചിലപ്പോൾ ബ്രദർ നമ്മുടെ ഫ്രെഡ്മാനെ കൊല്ലുമായിരിക്കും. അങ്ങനെ റൂമേഴ്സൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഫ്രെഡ്മാൻ കരയുന്നതിന് റീസൺ വേറെ ആയിരിക്കും. കാരണം ട്രെയിലറിൻ്റെ അവസാനം പ്ലെയർ 222 കരയുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്ക്വിഡ് ഗെയിമിൻ്റെ ടൈറ്റിൽ ഇടുമ്പോൾ ഒരു കുട്ടി കരയുന്ന പോലെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഉള്ളിൽ തന്നെ പ്ലെയർ 222-ന് ഒരു കുട്ടി ജനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കണ്ടായിരിക്കും ഫ്രെഡ്മാൻ കരയുന്നത്. ചിലപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഫ്രെഡ്മാൻ നല്ലവനാവാൻ സാധ്യതയുണ്ട്. കാരണം ഫ്രെഡ്മാൻ ഒരു കുട്ടീനെ നഷ്ടപ്പെട്ട. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എല്ലാ ഹിഡൻ ഡീറ്റെയിൽസും പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ സ്ക്വിഡ് ഗെയിം 3 കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സീ യു സൂൺ.